കോൺഗ്രസ് ഒരു വലിയ ജയം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടി. ആ ജയത്തിന്റെ ശോഭ കെടുത്തും വിധമാണ് കൊച്ചിയിൽ നടക്കുന്ന കളികൾ. എന്താണെന്ന് നോക്കാം. കൊച്ചി മേയർ സ്ഥാനം VK മിനിമോൾക്കും ഷൈനി മാത്യുവിനും 2.5 വർഷം വീതം പങ്കുവച്ചുള്ള DCC പ്രഖ്യാപനം വന്നതിന് പിന്നാലെ ഇതാ കോൺഗ്രസിൽ അതൃപ്തി പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മേയർ സ്ഥാനം ദീപ്തി മേരി വർഗീസിന് ലഭിക്കാത്തതിൽ കടുത്ത പ്രതിഷേധത്തിനാണ് ദീപ്തി അനുകൂലികളുടെ ആലോചന എന്നാണ് മനസ്സിലാക്കുന്നത്. ഡെപ്യൂട്ടി മേയർ പദവി ലഭിക്കാത്തതിനെ തുടർന്ന് UDF-ൽ പ്രതിഷേധമുയർത്തിയ മുസ്ലിം ലീഗ് ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി ജില്ലാ നേതൃയോഗം ഇന്ന് ചേരും. അഹമ്മദ് മുസ്തഫ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. മുസ്തഫ, ഗുഡ് മോർണിംഗ്. മുസ്തഫ, ആദ്യം നമുക്ക് നോക്കേണ്ടത് ലീഗിലെ വിഷയമുണ്ട്, ഒപ്പം കോൺഗ്രസിലെ വിഷയം. ആദ്യം കോൺഗ്രസിലെ വിഷയം നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ദീപ്തി ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നപ്പോഴും ഒരു വലിയ പ്രതികരണത്തിലേക്കൊന്നും അവർ പോയില്ല. അവർ അതുമായി ബന്ധപ്പെട്ട് നേതൃത്വം എടുക്കുന്ന കാര്യം എന്തായാലും അത് ഞാൻ സമ്മതമാണ്. പക്ഷേ എങ്കിൽ കൂടി അവരുടെ ഉള്ളിൽ അതൃപ്തി അവർ ചെറുതായി തുറന്നു പറഞ്ഞിരുന്നു ഇന്നലെ. ആ അതൃപ്തി കുറെ കൂടി വലുപ്പത്തിൽ പ്രകടമാക്കാൻ സാധ്യതയുണ്ടോ? ഇന്നലെ ഈ തർക്കത്തിനൊക്കെ ഒടുവിൽ മിനിമോളെ പ്രഖ്യാപിച്ചതോടുകൂടി കോൺഗ്രസിനകത്ത് ഇതിന്റെ തർക്കം ഇന്നലത്തോടുകൂടി തീർന്നു എന്ന് നമുക്ക് കരുതാമോ? ദിവ്യ, സൈഫുദ്ദീൻ, ഗുഡ് മോർണിംഗ്. ഒരുപക്ഷെ ഇന്നലെ കുറെ കൂടി മയപ്പെട്ട രൂപത്തിലായിരുന്നു, അല്ലെങ്കിൽ കുറെ കൂടി പാർട്ടിയോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇൻഫോംഡ് അല്ലാതെ ഒരു പ്രഖ്യാപനം വന്നത് എന്നത് സംബന്ധിച്ച് തനിക്ക് അറിയില്ല. ചില മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഒരു അതൃപ്തി ആദ്യഘട്ടത്തിൽ പരസ്യമാക്കുന്ന രൂപത്തിലായിരുന്നു ദീപ്തിയുടെ പ്രതികരണം. പക്ഷേ അതിന് പിന്നാലെയാണ് അജയ് തറയിലും അതോടൊപ്പം തന്നെ മാത്യു കോഴൽനാടനും ഉൾപ്പെടെയുള്ള ആളുകൾ, പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ദീപ്തിക്ക് പിന്തുണയർപ്പിച്ച് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം. ഇന്ന് ഒരുപക്ഷെ കൂടുതൽ ഇത് സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇന്നലെ വൈകിട്ടോടുകൂടി പ്രഖ്യാപനം വന്നു. അതും ഹിതപരിശോധനകൾക്കും ദിവസങ്ങൾ നീണ്ട പ്രധാനപ്പെട്ട ചർച്ചകൾക്കുമൊക്കെ ശേഷം ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം വന്നതോടുകൂടി അത് 2.5 വർഷം പങ്കുവച്ചുള്ള മേയർ സ്ഥാനവും ഡെപ്യൂട്ടി മേയർ സ്ഥാനവും അത് തന്നെ പിന്നീട് വലിയ പ്രശ്നത്തിലേക്കൊക്കെ പോകുന്ന സാഹചര്യം ഉണ്ടായി. ദീപ്തി മേരി വർഗീസ് തന്നെ സണ്ണി ജോസഫിനെ, KPCC അധ്യക്ഷനെ നേരിട്ട് വിളിച്ച് ആ രൂപത്തിൽ പ്രതികരണം അറിയിക്കുകയും, അല്ലെങ്കിൽ KPCC തന്നെ പറഞ്ഞ നോംസ് ലംഘിക്കപ്പെട്ടു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ പരസ്യമാക്കി തന്നെ മാധ്യമങ്ങൾക്ക് തന്നെ നൽകിയ അഭിമുഖത്തിൽ, അല്ലെങ്കിൽ അവരുടെ പ്രതികരണത്തിൽ ആ അതൃപ്തി പ്രകടമായിരുന്നു എന്നത് തന്നെ നമുക്ക് അതിൽ നിന്ന് തന്നെ അവരുടെ ആ അതൃപ്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ, അവർക്ക് മുന്നിൽ മറ്റു പലതരത്തിൽ പ്രത്യേകിച്ച് KPCC ഇതിൽ നേരിട്ട് ഇടപെടാതെ തന്നെ DCC തലത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട പരിഹാരം വേണമെന്ന് കർശനമായി തന്നെ ഇന്നലെ ആ ഒരു മെസ്സേജ് ജില്ലാ നേതൃത്വത്തിന് പോവുകയും അതിനുശേഷം ഇന്ന് പ്രധാനപ്പെട്ട ചില കൂടിയാലോചനകൾ അത് സംബന്ധിച്ചുണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അതിനോട് ഇന്നലെ രാത്രി തന്നെ അനൗദ്യോഗിക കമ്മ്യൂണിക്കേഷൻ ആരംഭിച്ചെങ്കിൽ പോലും മൗനം പാലിക്കുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഇന്ന് ഇപ്പോൾ നമ്മൾ അവർക്ക് ഈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന് തൊട്ട് ഇപ്പുറത്തുള്ള അവരുടെ ഫ്ളാറ്റിന് മുന്നിലാണ് നമ്മൾ ഉള്ളത്. അല്പസമയത്തിന് ശേഷം അവരുടെ പ്രതികരണം ലഭ്യമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല അജയ് തറയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് സംബന്ധിച്ച് കുറച്ചുകൂടി കഴിഞ്ഞാൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ആ തരത്തിൽ ഇത് ഒരു കുറെ കൂടി അതൃപ്തി പരസ്യമാക്കിക്കൊണ്ട് കൂടുതൽ പിന്തുണ വരികയാണെങ്കിൽ അത്തരത്തിൽ കുറെ കൂടി കാര്യങ്ങൾ ഗൗരവത്തിലേക്കും വേഗത്തിലേക്കും പോകുമെന്ന കാര്യത്തിൽ തർക്കം. മുസ്ലിം ലീഗിന്റെ അതൃപ്തിയാണ്. അവർ ഈ തദ്ദേശ ഫലം വന്നതിന് പിന്നാലെ തന്നെ കൊല്ലത്തും അതുപോലെ തന്നെ കൊച്ചിയിലും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിച്ചിരുന്നു. ആ ആവശ്യം UDF-നെ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ നോക്കൂ, അതൊന്നും ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി മേയറെയും ഡെപ്യൂട്ടി മേയറെയും തീരുമാനിച്ചു എന്നതാണ് മുസ്ലിം ലീഗിന്റെ അതൃപ്തിക്ക് കാരണമായിട്ടുള്ളത്. ഭൂരിപക്ഷം കിട്ടുമ്പോൾ ഈ മുന്നണി മര്യാദ പാലിക്കുന്നില്ല, അതില്ലാത്ത സമയത്ത് മാത്രം ഘടകകക്ഷികളുടെ ആവശ്യം പരിഗണിക്കുകയുള്ളൂ എന്ന അതൃപ്തിയുണ്ട്. അപ്പോൾ ഇന്ന് യോഗം ചേരുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു കടുത്ത നിലപാടിലേക്ക് മുസ്ലിം ലീഗ് കടന്നേക്കുമോ? ദിവ്യ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ നേതാക്കളുടെ പ്രതികരണത്തിൽ ഈ അമർഷം വളരെ പ്രകടമായിരുന്നു. ദിവ്യ സൂചിപ്പിച്ച വാക്കുകൾ വളരെ പ്രധാനമാണ്. ഭൂരിപക്ഷം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചർച്ചയാകണം എന്നതാണ് UDF-ന്റെ നിലപാട്. പക്ഷേ ഭൂരിപക്ഷം ഉണ്ടാകുമ്പോൾ മാത്രം ചർച്ച ചെയ്യാതെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനിക്കുന്നത് ഭൂഷണമല്ല എന്നാണ് ഇന്നലെ സമുന്നതരായ നേതാക്കൾ കൊച്ചിയിൽ പ്രതികരിച്ചത്. ഇന്ന് 4 മണിക്ക് ജില്ലാ മുസ്ലിം ലീഗിന്റെ യോഗം ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും മറ്റു തുടർ നടപടികൾ ഉണ്ടാവുക എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല ജില്ലയിലുടനീളം തന്നെ UDF ചർച്ച, അത് തദ്ദേശ നഗരസഭകളിലും പഞ്ചായത്തിലുമൊക്കെ ഈ സ്ഥാനങ്ങൾ പങ്കിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തൽക്കാലത്തേക്ക് നിർത്തിവെക്കാൻ വരെ ലീഗ് ജില്ലാ നേതൃത്വം കടുത്ത നടപടിയിലേക്ക്, കടുത്ത അമർഷമാണ്. അതായത് ചർച്ചയാകാമെന്ന പേരിൽ വിളിച്ചു വരുത്തുകയും ചർച്ചയ്ക്കെത്തിയപ്പോൾ ഞങ്ങളിതാ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു നോട്ടീസ് നൽകുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യം
അങ്ങേയറ്റം പരിഹസിക്കുന്നതിന് തുല്യമാണെന്നാണ് നേതാക്കൾ ഇന്നലെ വ്യക്തിപരമായി സംസാരിക്കുമ്പോഴൊക്കെ പറയുന്നത്. മാത്രമല്ല അവർ മാധ്യമങ്ങൾക്ക് നൽകിയതും ജില്ലയിൽ തന്നെ കടുത്ത പ്രത്യാഘാതം ഉണ്ടാകുമെന്നാണ് ലീഗിന്റെ ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത്. സ്വാഭാവികമായും ഇതിനകത്തൊരു സംസ്ഥാന UDF വഴിയുള്ള ചർച്ചകൾക്കാണ് ലീഗ് മുൻഗണന നൽകുന്നത്. കാര്യം ജില്ലാ കമ്മിറ്റി നേരെ സംസ്ഥാന ലീഗ് നേതൃത്വത്തെ അറിയിക്കുകയും അവർ നേരിട്ട് UDF-ൽ ഈ വിഷയം ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലേക്കാണ് ജില്ലാ നേതൃത്വം കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. പക്ഷേ മുകളിൽ നിന്ന് UDF-ന്റെ മുകളിൽ നിന്ന് ഇതിന് 2.5 വർഷം വീതം പങ്കുവച്ചുള്ള ഡെപ്യൂട്ടി മേയർ സ്ഥാനവും DCC ഏകകണ്ഠമായി പ്രഖ്യാപിച്ച ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. അത്തരം ഒരു ഘട്ടത്തിൽ ഇനി ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള അത് ജില്ലയിലുടനീളം ബാധിക്കുമെന്നൊക്കെ ഒരു ലീഗ് മുന്നറിയിപ്പ് നൽകിയ ഒരു സാഹചര്യത്തിൽ ഏത് തരത്തിലാണ് DCCയുടെ മറ്റു പോംവഴികൾ എന്നതുൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ചർച്ചകൾ ഇതിനകം തന്നെ ഔദ്യോഗികമായി ആരംഭിച്ചു കഴിഞ്ഞു. ഫോണിൽ വഴി ചില ആളുകളെ ബന്ധപ്പെട്ടു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. പക്ഷേ ഔദ്യോഗികമായി ലീഗ് ജില്ലാ നേതൃത്വത്തിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു മറുപടി നൽകാൻ ലീഗ് ജില്ലാ നേതൃത്വം തീരുമാനിക്കുക. ഇന്ന് എന്തായാലും 4 മണിക്ക് യോഗം വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് പകൽ മുഴുവൻ ഇത് സംബന്ധിച്ച പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. സൈഫുദ്ദീൻ ദിവ്യ.